ഇന്ന് പതിവിലും നേരത്തെയായിട്ട്, അതായത് ഞാനൊരു 5 മണിക്ക് എഴുന്നേറ്റു. 5 മണിക്ക് അലാറം വെച്ചു. 5:30 വരെ ഞാനിങ്ങനെ പതിയെ ഇരുന്നിട്ട് 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നമ്മുടെ ബാൽക്കണി വന്നു. എഴുന്നേൽക്കാനുള്ള കാരണം, ഇന്ന് മുതൽ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ വർഷമോ ഞാൻ ഒന്നും ചെയ്യാതെ എൻ്റെ ഒരു വർഷം കളഞ്ഞു. അപ്പോൾ ഈ വർഷമെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം മമ്മി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡ്രൈവിങ് പഠിക്കാൻ പോകാമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം വെളുപ്പിനെയാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ റിക്സൺ ചേട്ടൻ എന്നെ വെളുപ്പിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാരണം ഒരാളുടെ ഉറക്കം കളയാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമാണല്ലോ. അങ്ങനെ വെളുപ്പിന് 5 മണിക്ക് റിക്സൺ ചേട്ടൻ അലാറം വെച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് ഞാനും എഴുന്നേറ്റ്. അപ്പം രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, ചെറുതായിട്ട് എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കാപ്പിയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുമായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന്. അതെടുത്ത് നേരെ പാത്രം ഇങ്ങോട്ട് വെച്ചതും എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയതാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് നട്ട്സൊക്കെ അങ്ങോട്ട് ഇവിടെ തെറിച്ചു പോയി. പിന്നെ അതൊക്കെ പെറുക്കി ഞാൻ തിരിച്ചിട്ടിട്ട് കാപ്പിയും കുടിച്ച് അത് കഴിയുമ്പോഴത്തേക്കും ഒരു 5:45 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫ്രണ്ടിലിട്ട് തന്നെ നമ്മുടെ റോഡിൻ്റെ അവിടെ ഇട്ട് തന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. കാരണം നേരെ ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ മതിയല്ലോ ഒന്ന്. അപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇന്നപ്പോഴത്തേക്കും റിക്സൺ ചേട്ടനെ എഴുന്നേറ്റ് ആദ്യം തന്നെ റിക്സൺ ചേട്ടൻ്റെ കലാപരിപാടി, അതായത് ഫോൺ കാണുക എന്നുള്ളതാണ് ആൾക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ആദ്യത്തെ പരിപാടി. എൻ്റെ കുട്ടിയുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അവൻ എന്തോ വലിയ ഇഷ്ടമാണ് ഈ അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതും കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ ഉറക്കി കിടത്തിയിരിക്കുകയായിരുന്നു. വെളുപ്പിന് 5:30 സമയം. ഇവൻ എഴുന്നേക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഡ്രസ്സ് മാറിയതും അവൻ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പിന്നെ എന്നെ അവൻ വിടുന്നില്ല, ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ തോളത്ത് കയറിയിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്.